എന്നാൽ നമ്മൾ ബൈബിളിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് എന്താണ്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ വക കാര്യങ്ങളൊന്നും ആരിൽ നിന്നുള്ളതല്ല, നമ്മുടെ പിതാവിങ്കിൽ നിന്ന് ഉള്ളതല്ല. ജഡത്തിന്റെ മോഹങ്ങളാകട്ടെ, കണ്ണിന്റെ മോഹങ്ങളാകട്ടെ, എങ്ങനെ പ്രതാപത്തോടെ ജീവിക്കാം എന്നുള്ള ചിന്ത, ഇതൊന്നും നമ്മുടെ പിതാവിങ്കിൽ നിന്നുള്ളത് അല്ല. പണ്ടത്തെ കാലത്തെ പോലെ അല്ല ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. ഈ ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും അതിന്റെ സകല മോടിയോടും കൂടെ നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ മൊബൈൽ നമുക്ക് അത് നമ്മളെ അങ്ങോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അതിലേക്ക് നമ്മളെ വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയാം, നമ്മുടെ വീട്ടില് നമുക്ക് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് മേടിക്കണം എന്ന് നമ്മളിന്ന് ചർച്ച ചെയ്ത് നമ്മളിങ്ങനെ സംസാരിച്ചെന്നിരിക്കട്ടെ. നമ്മൾ മൊബൈൽ എടുത്ത് നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അടുത്ത പരസ്യം എന്തിനെ കുറിച്ചായിരിക്കും? ചിക്കൻ കറിയെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ ഓഫറിനെ കുറിച്ച് ആയിരിക്കും. പരസ്യങ്ങൾ പോലും വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ട രീതിയിലാണ് ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ നമ്മുടെ കൺമുൻപിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. സോ ഈ ജഡമോഹത്തെയും കൺമോഹത്തെയും ജീവനത്തിന്റെ പ്രതാപത്തെയും ഒക്കെ ഒന്ന് പിടിച്ചു നിർത്തുവാൻ നമുക്ക് ദൈവവചനത്തിൽ നിന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് വളരെ ആവശ്യമാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടെ ഒക്കെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു സൈഡിലൂടെ, മറ്റു നമ്മുടെ സോഷ്യൽ മീഡിയ, അതുപോലെ ഗെയിംസ്, വെബ്സൈറ്റുകളാകട്ടെ, നമ്മൾ ഈ കാണുന്നതായിട്ടുള്ള വെബ് സീരീസുകളാകട്ടെ, അതുപോലെ പ്രോണോഗ്രഫി ആകട്ടെ, ഇതിനൊക്കെ അടിമപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സ്വാധീനത്തിൽ ഈ ജഡമോഹത്തിന്റെയും കൺമോഹത്തിന്റെയും ജീവനത്തിന്റെയും പ്രതാപത്തിൽ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ വിശ്വാസികളായ നാമും ജീവിക്കുന്നത്. നിരുപദ്രവകരം എന്ന് തോന്നുന്ന പല കാര്യങ്ങൾ പോലും അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ എന്ത് ചെയ്യും? കാര്യമായിട്ട് ബാധിക്കും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഒരു യാത്ര ചെയ്ത സമയത്ത് ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. ആ മോന്റെ, അല്ലെങ്കിൽ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും, അതുപോലെ കമ്പ്യൂട്ടറിനെ കുറിച്ചും, മൊബൈൽ ഫോണിനെ കുറിച്ചും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവ് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. കാരണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല അപ്ഡേറ്റഡ് ആണ്. എന്നാൽ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. കാരണം എന്താ, ഈ ചുമ്മാതെ ഒന്നും ഈ അറിവൊന്നും ഉണ്ടാകുകയില്ല. ഈ ഫോണിനെ കുറിച്ചും ഈ കാര്യങ്ങളെ കുറിച്ച് ചുമ്മാതെ ഒന്നും ഉണ്ടാകത്തില്ല. കാരണം അത്രമാത്രം സമയം ഇതിന്റെ കൂട്ടിൽ സ്പെൻഡ് ചെയ്ത് പഠിച്ച് വീഡിയോസ് കണ്ടിട്ടാണ് ഇത്രമാത്രം അപ്ഡേറ്റഡ് ആയിക്കൊണ്ട് ഇരിക്കുന്നത്. ഈ ഒരു സമയത്തിന്റെ, ഈ നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർ, വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തിന്റെ ഒരു 10% പോലും ഒരു പ്രാർത്ഥിക്കാനോ ദൈവവചനം വായിക്കാനായിട്ടോ അല്ലെങ്കിൽ ദൈവവചനത്തിനെ കുറിച്ചുള്ള അറിവുണ്ടാക്കാനായിട്ടോ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് എന്നെ വളരെയധികം വേദനിപ്പിച്ച, അല്ലെങ്കിൽ വളരെയധികം ചിന്തിപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് വലിയ വളരെ നിരുപദ്രവം എന്ന് തോന്നുന്ന പല കാര്യങ്ങൾ പോലും നമ്മുടെ ആത്മീയ ജീവിതത്തെ എന്ത് ചെയ്യും? ഒരു പരിധിവരെ നമ്മുടെ സമയത്തെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കാർന്നു തിന്നാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഞാനിങ്ങനെ യാത്ര ചെയ്ത് പോയ സമയത്ത് 2 പേരൻസുമായിട്ട് എനിക്ക് സംസാരിക്കാൻ ഇടയായി തീർന്നു. നമ്മുടെ ഒന്നുമല്ല, പേരൻസുമായിട്ട് സംസാരിക്കാൻ ഇടയായി തീർന്നു. ഈ 2 പേരും അവരുടെ മക്കളുടെ പെൺകുഞ്ഞുങ്ങളുടെ കല്യാണത്തെ കുറിച്ച് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ ഈ കല്യാണ ആലോചന എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ മക്കൾക്ക് കല്യാണം വേണ്ട. ഒരു ദൈവ വേലയിൽ ചെയ്യുന്ന ഒരു ദൈവദാസൻ, വളരെ ഭക്തനായി ജീവിക്കുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞത്, അദ്ദേഹം മോളോട് പറഞ്ഞ് കൈ ഒഴിഞ്ഞു. കാരണം ഇനി നീ നിനക്ക് കല്യാണത്തിന് സമയമാകുമ്പോ എന്നോട് പറ, അപ്പൊ ഞാൻ ആലോചിക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് നിനക്ക് പറ്റിയ ആളുകളെ കിട്ടിയെന്ന് വരികയില്ല എന്ന് അദ്ദേഹം ആ മോളോട് പറഞ്ഞത് വളരെ വിഷമത്തോടു കൂടെ എന്നോട് പറഞ്ഞു. പ്രായം കഴിഞ്ഞു പോയി. അത് ആ പെൺകുഞ്ഞുങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കല്യാണം എന്ന് പറഞ്ഞ ഒരു ബാധ്യതയാണ്. കാരണം ഒരാള് കീഴിലായിരിക്കുക, നമ്മുടെ സ്വാതന്ത്ര്യം പോകും. ഇതൊക്കെയാണ് ഈ കുട്ടികള് മാതാപിതാക്കളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത്. എന്ത് ചെയ്യാനാണെന്ന് അവർ പറഞ്ഞു. ഇതും എന്നെ വളരെയധികം ചിന്തിപ്പിച്ച്, ഈ മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതി ഇത് നമ്മുടെ ചെറുപ്പക്കാരിൽ വരുത്തുന്നതായിട്ടുള്ള സ്വാധീനമാണ്. ഞാനിത് ചിന്തിച്ച സമയത്ത് എന്തുകൊണ്ടായിരിക്കും ഈ പെൺകുഞ്ഞുങ്ങൾക്ക് കല്യാണം വേണ്ട എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പോലും വിവാഹത്തിന് ശേഷം ഭാര്യമാരെ സ്നേഹിക്കാതെ ഒരു കുടുംബം ഒരു ബാധ്യതയായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഒരു ബാധ്യതയായി കാണുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഒരു പക്ഷെങ്കില് ഈ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടാതിരിക്കുന്നതിന്റെയും, അല്ലെങ്കിൽ ഭർത്താക്കന്മാര്, പ്രത്യേകം നമ്മുടെ ചെറുപ്പക്കാര് ഭാര്യമാരെ ക്രിസ്തു സ്നേഹിച്ചതുപോലെയൊക്കെ സ്നേഹിക്കാതിരിക്കുന്നതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഞാൻ ചിന്തിച്ചത്, ഇന്നത്തെ ചെറുപ്പക്കാരും ദൈവവചനത്തിന് കീഴ്പ്പെടുന്നില്ല എന്നുള്ളതാണ്. ദൈവവചനത്തിന് ആളുകൾ കീഴ്പ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ദൈവത്തിനും കീഴ്പ്പെടും.
ദൈവത്തിനും ദൈവവചനത്തിനും കീഴ്പ്പെടുന്ന ഒരു ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, അവര് ദൈവോന്മുഖമായിട്ട് ജീവിക്കും, ദൈവവചനം പറയുന്ന അനുസരിച്ച് ജീവിക്കും. എന്ത് പറയാനാണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കും ദൈവവചനത്തെ കുറിച്ചുള്ള അറിവ് വളരെ 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 കുറവാണ്. വചനം റെഗുലറായിട്ട് വായിക്കുന്നവർ, റെഗുലറായിട്ട് ധ്യാനിക്കുന്നവർ, ഒരു പ്രാർത്ഥിക്കുന്നവർ, ഇതിന്റെയൊക്കെ എണ്ണം എന്ത് ചെയ്തിരിക്കുന്നു? വളരെയധികം കുറഞ്ഞ് വന്നിരിക്കുന്നു. കാരണം എന്താണ്? ഇതിന് പകരം വെക്കാനായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, മെറ്റീരിയൽസിക് ചിന്താഗതികൾ ഉണ്ട്, സുഖ സൗകര്യങ്ങൾ, പ്രതാപങ്ങൾ, ഇതൊക്കെ നമ്മെ മാടി വിളിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ മധ്യത്തിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ടും ദൈവവചന പ്രകാരം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടും നമുക്ക് കഴിയണം. നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്, നമ്മുടെ ഇന്നത്തെ ലോകം ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും ഒക്കെ നമ്മളോട് പറയുന്നത് മോർ ഈസ് ബെറ്റർ. നിങ്ങൾക്ക് ഏറ്റവും എന്തെല്ലാം ഉണ്ടോ, എത്രയധികം ഉണ്ടോ, അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ വചനം പറയുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ വസ്തുവകയിലല്ല അവന്റെ ജീവന്റെ ആധാരം. മോർ ഈസ് ബെറ്റർ എന്നുള്ള ഒരു ഫിലോസഫിയിൽ നാം ജീവിക്കുമ്പോൾ, ദൈവവചനം, യേശു കർത്താവ്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? സറണ്ടർ ഈസ് ദ ബെറ്റർ. സമർപ്പണമാണ് ഏറ്റവും നല്ലത്. ലോകത്തിന്റെ വസ്തുവകൾ ആർജിക്കാനായിട്ട് ഒരു സൈഡിൽ ആളുകൾ ശ്രമിക്കുമ്പോൾ, ദൈവം നമ്മോട് പറയുന്നത് എന്താണ്? നമുക്കുള്ളതിനെയൊക്കെയും യാഗമായി സമർപ്പിപ്പാൻ. ആ പറഞ്ഞിരിക്കുന്ന വാക്യം നമുക്കറിയാം. ഏത് വാക്യമാണത്? സഹോദരന്മാരെ, ഏത് വാക്യമാണ്? റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ മനസ്സലിവിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന എന്താണ്? നിങ്ങളുടെ ജീവനെ എന്ത് ചെയ്യണം? വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്താണ്, നമ്മുടെ ശരീരങ്ങളാകട്ടെ, നമ്മുടെ വസ്തുവകകൾ ആകട്ടെ, നമുക്കുള്ളതെല്ലാം എന്തായിട്ട് സമർപ്പിക്കണം? ദൈവത്തിന് യാഗമായി സമർപ്പിക്കണം. സ്വയം സുഖിച്ച് അല്ലെങ്കിൽ സ്വയം സുഖിച്ച് മതിച്ച് ജീവിക്കാനായിട്ടല്ല, മറിച്ച് സറണ്ടറിന്റെ, സമർപ്പണത്തിന്റെ ഒരു ജീവിത ശൈലിയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കംഫർട്ടുകളല്ല, നമുക്കുള്ള കംഫർട്ടുകളല്ല, നമ്മുടെ കൺവീനിയൻസ് അല്ല, നമ്മൾ കൺസ്യൂം ചെയ്യുന്നതല്ല നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നത്. നമുക്ക് എന്തുമാത്രം നാം ദൈവസന്നിധിയിൽ നമുക്കുള്ളതിനെ സമർപ്പിക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തവും സ്പഷ്ടവും എന്താണ്, അർത്ഥസംഖ്യക്കിടയില്ലാതെ തന്നെ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ത് ചെയ്യാനായിട്ടാണ്? നമ്മളെയും നമുക്കുള്ളതിനെയും ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമായി സമർപ്പിക്കാനായിട്ടാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്തും വാങ്ങിക്കൂട്ടുന്നതല്ല. അത് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തും വാങ്ങിക്കൂട്ടുന്നതോ ഒന്നും അല്ല, മറിച്ച് ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ ജീവിക്കുന്നതാണ് എന്ത്? ശരിക്കുമുള്ള ഒരു ആരാധന, ഒരു സമർപ്പണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് വിശ്വസിച്ചാൽ മതി, ഇതോടുകൂടി എല്ലാം നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരും. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പിന്നെ കഷ്ടതയെ ഉണ്ടാകുകയില്ല, അനുഗ്രഹത്തിന്റെ പുറകെ കവിഞ്ഞൊഴുകും എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഇതൊന്നും ദൈവവചനത്തിൽ നിന്നുള്ള ഒരു പഠിപ്പിക്കലല്ല. വേദപുസ്തകം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ലോകത്തിൽ കർത്താവിൽ വിശ്വസിക്കാൻ മാത്രമല്ല കഷ്ടം അനുഭവിക്കാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട് എന്ന് വേദപുസ്തകത്തിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ കൺസ്യൂമറിസ്റ്റിക് മെറ്റീരിയലിസ്റ്റിക് കാഴ്ചപ്പാടിനനുസരിച്ച് വചനത്തെ വ്യാഖ്യാനിക്കുന്ന ആളുകളും നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ട്. എന്നാൽ വചനപ്രകാരം നാം കാണുന്ന സമയത്ത് നമ്മെയും നമുക്കുള്ളതിനെയും നമ്മുടെ എല്ലാത്തിനെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട്, സറണ്ടർ ചെയ്യാനായിട്ടാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത് പറയുന്നത്, ഈ ലോകത്തിന് ഡു നോട്ട് കൺഫേം ടു ദ പാറ്റേൺസ് ഓഫ് ദിസ് വേൾഡ്. നമ്മൾ ഈ ലോകത്തിന് ആ ചിന്താഗതി, അതായത് ലോകത്തിന്റെ ചിന്താഗതി എന്താണ്? വസ്തുവക, സുഖം, സൗകര്യം, ഇതാണ് ജീവിതം, ഇതിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഈ ഒരു ചിന്താഗതിക്ക് അനുരൂപരായി നാം പോകരുത്. ഈ ഒരു പാറ്റേണിന് അനുസരിച്ച് നാം പോകരുത്. ലോകത്തിന്റെ പാറ്റേൺ എന്താണ്? നമ്മൾ അഡ്വർടൈസ്മെന്റിലേക്ക് നോക്കുക. അതുമാത്രമല്ല, നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസേഴ്സ്, അവരാണ് ആളുകളെ നമ്മുടെ ആളുകളെ പോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അവരാണ്. ഒരു മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതി, ഇതിനെയൊക്കെ എന്ത് ചെയ്യണം? ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്.
JB ഫിലിപ്സിന്റെ ട്രാൻസ്ലേഷന്റെ ഒരു മലയാള പരിഭാഷ ഏറെക്കുറെ ഇങ്ങനെയാണ്: ലോകം അതിന്റെ പലവിധമായ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സമ്മർദ്ദ തന്ത്രങ്ങൾ എന്ന് ഉപയോഗിച്ച് നാം മനസ്സിലാക്കി ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ഇമാതിരി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മക്കളെ അതിന്റെ രീതിക്ക് അനുസരിച്ച് കൊണ്ടുപോകാനായിട്ട് പലവിധമായി ശ്രമിക്കും. എന്നാൽ നമ്മൾ അതിനൊരിക്കലും എന്ത് ചെയ്യരുത്? വശംവദരാകരുത്. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. ഡു നോട്ട് കൺഫേം ടു ദ പാറ്റേൺസ് ഓഫ് ദിസ് വേൾഡ്. ഒന്നാമത് സമർപ്പിക്കാനായിട്ടാണ് ദൈവം അതിന് നമ്മോട് ആവശ്യപ്പെടുന്നത്. രണ്ടാമത് എന്ത് ചെയ്യാൻ? രണ്ടാമത് പറയുന്ന കാര്യം എന്താണ്? ഈ ലോകത്തിന് അനുരൂപരാകരുത്. നമുക്കൊരു കറേജ് വേണം നോ എന്ന് പറയാൻ. റിഫ്യൂസിങ് ടു സേ സംതിങ്, നോ എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യണം? ഒരു കറേജ് വേണം. നമ്മളൊരു കാര്യം വാങ്ങിക്കുന്ന സമയത്ത്, നമ്മൾ ഒരുപാട് കാര്യം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, ഇത് നമുക്ക് യൂസ്ഫുൾ ആണോ? അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുമോ? അല്ലെങ്കിൽ എന്റെ ഇത്രയും പണം ഇതിനു വേണ്ടി ചെലവഴിക്കണോ എന്നൊക്കെ നമ്മൾ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ സൂപ്പർ മാർക്കറ്റിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിന് ഈ ഓഫറുകളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിനോട് പറയും, ഞാൻ പിള്ളേരോട് പറയും, ആരും ഒരു സാധനവും നമുക്ക് വെറുതെ തരത്തില്ല. നാം എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? അത്രയ്ക്ക് അതിന് വിലയുള്ളൂ, അത്രയ്ക്ക് അതിനൊരു വാല്യൂ ഉള്ളു. ഡു നോട്ട് കൺഫേം ടു ദ കൺസ്യൂമറിസ്റ്റിക് പാറ്റേൺസ് ഓഫ് ദിസ് വേൾഡ്. പിന്നെ എന്താണ് പറയേണ്ടത്? മൂന്നാമത് പറയുന്നത്, ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം എന്താണ്? ബി ട്രാൻസ്ഫോം. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ രൂപാന്തരപ്പെടുക. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകണം. നാം അനുഭവത്തിലേക്ക് നാം മടങ്ങി വരണം. പ്രിയമുള്ളവർ, നമ്മുടെ പണമല്ല നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ സുഖസൗകര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. നമ്മൾ ആരാണെന്ന് നമ്മുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് നിർവചിക്കുന്നതും ഈ ലോകത്തിൽ കാണുന്ന ഒരു കാര്യവും അല്ല. നാം നമ്മെ തന്നെ നിർവചിക്കേണ്ട, നമ്മെ തന്നെ ഡിഫൈൻ ചെയ്യേണ്ടത് നാം എത്രത്തോളം ട്രാൻസ്ഫോംഡ് ആയിട്ട്, എത്രത്തോളം ദൈവാനുരൂപമായി ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതായിരിക്കണം. ഇത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ EMI-യുടെയും ലോണിന്റെയും ഒക്കെ ഒരു അതിപ്രസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് നമുക്ക് വാങ്ങിക്കാം, എന്താണ് കാർഡ് ഉണ്ടെങ്കിൽ എന്ത് നമുക്ക് വാങ്ങിക്കാം, പക്ഷെ തിരിച്ചടയ്ക്കുന്നതാണ് വേറൊരു കാര്യം. ഇങ്ങനെ ഒരുപാട് കടക്കണിയിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ എനിക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ട്, മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ്? കൺട്രോൾ ഇല്ലാതെ സ്പെൻഡ് ചെയ്യുന്നു, വരുമാനം അറിയാതെ ചെലവഴിക്കുന്നു. അതുകൊണ്ട് അവസാനം എന്ത് ചെയ്യുന്നു? കടത്തിൽ നിന്ന് കടത്തിലേക്ക് മൂക്കുകുത്തി വീഴുന്നതായിട്ടുള്ള ആളുകൾ. സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് അഡ്വർടൈസ്മെന്റിന്റെ പുറകെ, സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പുറകെ പോകുന്നതായിട്ടുള്ള ആളുകൾ. ഇതിന്റെയൊക്കെ മധ്യത്തിൽ കാര്യങ്ങളെ റിയലായിട്ട് കാണണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ നാം കാര്യങ്ങളെ മനസ്സിലാക്കണം. 3 കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിച്ചത്. എന്താണ്? ഒന്ന്, നമ്മെയും നമുക്കുള്ളതിനെയും ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമായി സമർപ്പിക്കണം. നമുക്കുള്ളതൊന്നും നമ്മുടേതല്ല, മറിച്ച് ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ നാം ജീവിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്, ലോകം പല തരത്തിൽ നമ്മെ അതിന്റെ വഴിക്ക് അനുസരിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ഡു നോട്ട് കൺഫേം ടു ദ പാറ്റേൺസ് ഓഫ് ദിസ് വേൾഡ്. കാരണം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്തെ സ്നേഹിക്കാനായിട്ട് പാടില്ല. പാട്ടുകാരൻ പറയുന്ന പോലെ മണ്ണെ പ്രതി മാണിക്യത്തെ, മുത്തിനെ നമ്മൾ എന്ത് ചെയ്യരുത്? കൈവിടരുത്. ഡു നോട്ട് കൺഫേം. മൂന്നാമത്തെ എന്താണ്? ബി ട്രാൻസ്ഫോം. രൂപാന്തരപ്പെടുക. എന്താണ്? എന്തിലേക്കാണ് രൂപാന്തരപ്പെടേണ്ടത്? എന്തിലേക്കാണ് രൂപാന്തരപ്പെടേണ്ടത്? ക്രിസ്തുവിനോടൊപ്പം രൂപാന്തരത്തിന്റെ അനുഭവം. എന്താണ്? നമ്മുടെ പാർപ്പിടം ഈ ലോകത്തിലല്ലെന്നും നമ്മുടെ പാർപ്പിടം എവിടെയാണ്? സ്വർഗത്തിലാണെന്നും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതല്ലെന്നും ഈ ലോകത്തിൽ നാം ജീവിക്കുന്നെങ്കിലും നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കാനായിട്ടും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒന്നുകൂടെ ചിന്തിക്കുക, ഈ ഒരു കൃപയാണോ നമ്മെ രൂപാന്തരം? നമ്മൾ ഈ ലോകയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നൊക്കെ നമ്മൾ രാവിലെ ചിന്തിച്ചു. ദൈവത്തിന്റെ കൃപയാണോ നമ്മെ ശരിക്കും നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്, അതോ ഈ ലോകത്തിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണോ? രണ്ടാമത്, നമ്മുടെ ജീവിതം ഒരു യാഗമായിട്ട് ആണോ, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് സറണ്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? 3, നാം എത്രത്തോളം ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട്? ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
ഇതൊരു ഇമോഷണലി ടച്ച് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രസംഗമൊന്നും അല്ലായിരിക്കും, ഒരു ചിന്തയൊന്നും അല്ലായിരിക്കാം. ബട്ട് ഇറ്റ്സ് വെരി റിയലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചിന്തയാണ്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെയും ലോകത്തെയും നമ്മുടെ പണത്തെയും നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റിനെയും കടം വാങ്ങിക്കുന്നതിനെയും ഒക്കെ ഒന്ന് കാണാനായിട്ടും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താനായിട്ടും കഴിഞ്ഞാൽ എന്താണ്, സംതൃപ്തിയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓരോ സംസ്ഥാനം പറയുന്നുണ്ട്, എന്താണ്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ക്ലിയർ ആയിട്ട് പറയാണ്, എന്താണ്, ബി കണ്ടന്റ്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. സലമോൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, എന്താണ്, നുണയിൽ നിന്നും നുണയന്മാരിൽ നിന്നും എന്നെ അകറ്റണമേ, മറിച്ച് എന്താണ്, അന്നത്തേക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് തന്ന് എന്നെ പോഷിപ്പിക്കണമേ. അധികമായിട്ട് നിന്നെ നിന്ദിക്കാനായിട്ടും എന്താണ്, കുറഞ്ഞിട്ട് മറ്റുള്ള മുമ്പിൽ യാചിപ്പാനും എനിക്ക് ഇടയാകരുത് എന്ന് സലമോന്റെ ഒരു പ്രാർത്ഥന നമുക്ക് സദൃശവാക്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ പഠിപ്പിച്ചതാണ്, എന്താണ്, അന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, മുന്നമേ ഫസ്റ്റ് തിങ് അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പില്ല. അതോടുകൂടെ നമുക്ക് ഈ വേണ്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, പിതാവ് തരും. ഒരു താമരയെ, ലില്ലി, ഒരു കൊച്ചു പൂവിന് ഇത്രത്തോളം ഭംഗിയായിട്ട് അണിയിച്ച് നമ്മുടെ സ്വർഗീയ പിതാവിന്, കരയുന്ന കാക്കയ്ക്ക് അതിന്റെ ആഹാരം കൊടുക്കുന്ന ആ പിതാവിന് നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് ഈ ലോകത്തിലും ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിൽ നിന്ന് മാറി ദൈവസന്നിധിയിൽ താണിരിക്കുവാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും ദൈവപ്രകാരം ജീവിക്കാനായിട്ടും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ള വിചാരത്തോടുകൂടെ ജീവിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. 3 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. എന്താണ്, ഒന്ന്, യാഗമായി നമുക്കുള്ളതിനെ നമ്മൾ സമർപ്പിക്കണം. 2, ഈ ലോകത്തിന്റെ പാറ്റേൺസ് അനുരൂപമായി നമ്മൾ ജീവിക്കരുത്. 3, എന്താണ്, ഒരു രൂപാന്തരത്തിന്റെ അനുഭവം, എല്ലാ ദിവസവും രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്കും വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ലോകം, അതിന്റെ കർത്താവെ, പിശാച് ഇനി കുറച്ചു കാലമേ അവനുള്ളൂ എന്ന് മനസ്സിലാക്കി വൃദ്ധന്മാരെ പോലും, എലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ പോലും തെറ്റിക്കാനായിട്ട് സർവ്വവിധമായ പ്രവർത്തനങ്ങളുമായി ഈ ലോകത്തിൽ കർത്താവെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ലോകത്തിലുള്ളതെല്ലാം അവന്റെ അധീനതയിലാണ്. എന്നാൽ കർത്താവെ, ഈ അലറുന്ന സിംഹം പോലെ പിശാച് ജഡമോഹത്തിലൂടെ, കൺമോഹത്തിലൂടെ, ജീവനത്തിന്റെ പ്രതാപത്തിലൂടെ ഞങ്ങളുടെ വിരുദ്ധ തെറ്റിക്കാനായിട്ട് വരുന്ന സമയത്ത് അവനോട് എതിർത്ത് നിൽക്കേണ്ടതിനായിട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള സമർപ്പണം നീ ഞങ്ങൾക്ക് നൽകണമേ. വാഗണ്ടുള്ള സമർപ്പണമല്ല കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് ഞങ്ങൾ ഒന്നുമല്ലെന്നും പിതാവ് തന്നതല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നും സകലവും പിതാവിനുള്ളതാണെന്നും ഉള്ള ഒരു ബോധ്യം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാകുന്നു. കർത്താവ്, ഞങ്ങൾ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് കർത്താവിന്റെ വചനം പറയുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് അനുരൂപരായിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാനായിട്ട് കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ, യെസ് എന്ന് പറയേണ്ട കാര്യങ്ങൾ ബോൾഡായിട്ട് യെസ് എന്ന് പറയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഒരു അനുഭവമാണല്ലോ ഞങ്ങൾക്ക് നൽകുന്നത്. വചനം വായിക്കുവാൻ കർത്താവ്, ഞങ്ങളുടെ തെറ്റുകളെ അവിടുത്തെ വചനത്താൽ കഴുകി കർത്താവെ ശുദ്ധീകരിക്കുവാൻ, രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകവും ഞങ്ങൾക്കുള്ളതല്ലല്ലോ, ഞങ്ങളുടെ നിത്യരാജ്യത്തിനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ചേരും വരെയും വിശ്വസ്തയോടെ അവിടുത്തെ സന്നിധി ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞങ്ങളുടെ വസ്തുവകളിൽ അല്ലല്ലോ, മറിച്ച് ഞങ്ങൾ ആരുടേതാണ് എന്നുള്ളതിലാകുന്നുവല്ലോ. ഞങ്ങൾ കർത്താവെ അവിടുത്തേതാണ്, ഞങ്ങളുടെ സഭ അവിടുത്തേതാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അവിടുത്തേതാണ്. കർത്താവ്, ഈ ഒരു ബോധ്യത്തിൽ ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ പിതാവിന്റെ കരുതലിൽ കർത്താവെ അവിടുത്തെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും അവിടുത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലകളെ വണക്കിയിരിക്കുന്ന എല്ലാവരെയും ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളാണല്ലോ. സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്, രോഗത്താൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, മക്കളെ ചൊല്ലി ഭാരപ്പെടുന്നതായിട്ടുള്ള ആളുകൾ കാണും. കർത്താവെ, ഇതിന്റെയൊക്കെ മധ്യത്തില് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായിട്ടുണ്ട്, ആരുടെയും മുഖം ലജിച്ചു പോയിട്ടില്ല. ഈ എളിയവരൊക്കെ കർത്താവ് നിലവിളിച്ച സമയത്ത്
കർത്താവെ യഹോവ കേട്ട് കർത്താവെ അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവമാകയാൽ ഞാൻ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവെ, ഞങ്ങൾ ഇവിടുത്തെ സന്നിധി നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കൃപ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞങ്ങൾ പറയുന്നുണ്ട് കർത്താവെ. എന്നാൽ കർത്താവ്, ഈ കൃപ എത്ര പേരിലേക്ക് ഞങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് ഞങ്ങൾ കർത്താവെ ഞങ്ങൾ ചിന്തിക്കുന്നു. കർത്താവ്, സഭയായിട്ട് ഞങ്ങൾ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദേശത്തിന് ഒരു അനുഗ്രഹമാകുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങളെ കർത്താവോടെ ആക്കിയിരിക്കുന്നത്. കർത്താവ്, അനേകർക്ക് ദൈവത്തിന്റെ കൃപ പകർന്നു കൊടുക്കുവാൻ, അനേകർക്ക് ദൈവത്തിന്റെ കൃപ പകർന്നു കൊടുക്കുവാൻ ഒരു മുഖാന്തരമായി സഭയെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയതായിട്ട് കർത്താവ് ചില ആത്മാക്കളെ കർത്താവെ ദൈവസേനയിൽ ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പുതിയ പുതിയ ആത്മാക്കളെ കൊണ്ട്, പുതിയ പുതിയ അനുഭവമുള്ള ആളുകളെ കൊണ്ട് കർത്താവെ സഭ നിറയുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചയിൽ കർത്താവ് ഞങ്ങൾക്ക് എല്ലാവരോടും സുവിശേഷം പറയുവാൻ, ഒരു വ്യക്തിയോടെങ്കിലും ഈ നല്ല ദൈവത്തെക്കുറിച്ച് പറയുവാൻ, ഒരാളോടെങ്കിലും ഒരു ട്രാക്ട് കൊടുക്കുവാൻ, ഒരു ദൈവ വഴിയിൽ നടത്തുവാൻ ഒരു ബോധ്യം, ഒരു ഭാരം ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന നാട്ടിൽ ഇംഗ്ലീഷ് വർഷിപ്പിനെ അവിടെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ കൊണ്ട് അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. കേട്ട വചനങ്ങളുമേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോഴും